ദ ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ ടെസ്റ്റ് സീരീസ് സോ ഫാർ ഓവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ എക്സ്പെക്ടേഷനേക്കാൾ മുകളിൽ അധികം നല്ല ക്ലോസ് ആയിട്ടുള്ള മാച്ചസ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാച്ചസ്, നമ്മളിങ്ങനെ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മാച്ചസ് ആണ് വരുന്നത്. ഇപ്പോൾ ഈവൻ മാച്ച് 4 കൺസിഡർ ചെയ്താൽ പോലും ഒരു ഇന്നിങ്സ് വിൻ ഇംഗ്ലണ്ടിന് വരേണ്ട സിറ്റുവേഷനിൽ ഇന്ത്യ അത് ഡ്രോയിലേക്ക് എത്തിക്കുകയാണ്. അത് ചില്ലറയൊന്നുമല്ല, ഒരു 5 സെഷൻ സർവൈവ് ചെയ്തിട്ടാണ് ഇന്ത്യ ആ ഡ്രോയിലേക്ക് അത് എത്തിക്കുന്നത്. സോ ആ ലെവലിൽ ആവശ്യം മുട്ടി നിൽക്കുന്ന മത്സരങ്ങൾ വരുമ്പോൾ 2-1 എന്ന സ്കോറിലാണ് ഇപ്പോൾ കറന്റ് നിൽക്കുന്നത്. അതായത് 2 മത്സരം ഇംഗ്ലണ്ട് ജയിച്ചു, 1 മത്സരം ഇന്ത്യ ജയിച്ചു, 1 മത്സരം ഡ്രോ ആയി. സോ ലെറ്റ്സ് പ്രിവ്യൂ മാച്ച് നമ്പർ 5 ഇസ് ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ ടെസ്റ്റ് സീരീസ്. മത്സരം നടക്കുന്നത് ഓവൽ ലണ്ടനിൽ വെച്ചാണ്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മത്സരം ഇന്ത്യ ജയിച്ച സീരീസ് ഡ്രോ ആവും. ദാറ്റ് വിൽ ബി എ വെരി ബിഗ് ഫീറ്റ് ഫോർ ഇന്ത്യ. കാരണം എവേ മാച്ച്, എവേ സീരീസ് ഇംഗ്ലണ്ടിൽ പോയിട്ട് അത് ഡ്രോ പിടിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. ഓൺ ദി അതർ ഹാൻഡ് ഇംഗ്ലണ്ട് either need a draw or a win and they will go for the win. അപ്പോൾ സോഫാർ നമുക്ക് ഒരു എത്ര അധികം ഗ്രീൻ ടിഞ്ച് അല്ലെങ്കിൽ ഒരു പേസർ സ്വിങ് പിച്ചസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പിച്ച് ആയിരിക്കും ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം സോഫാർ ഇംഗ്ലണ്ടിന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത് അങ്ങനത്തെ ഒരു പിച്ചസാണ്. സോ അത്തരം ഒരു പിച്ചായിരിക്കും ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്രീൻ പിച്ച്. സോ ഫസ്റ്റ് 2 ഇന്നിങ്സിലൊന്നും വലിയ അധികം റൺസൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ അങ്ങോട്ട് ഐ തിങ്ക് ഓവർ ദ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആവുന്ന ഒരു പിച്ച് ആവാനാണ് സാധ്യത. സോ ഐ എം എക്സ്പെക്ടിങ് ടോസ് വിന്നിങ് ടീം ബോൾ ചെയ്യാനാണ് സാധ്യത എനിക്ക് തോന്നുന്നത്. ഇനി ടീമിൻ്റെ കേസിൽ 2 ടീമിനും വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിലാണെങ്കിൽ 4 പേരാണ് കളിക്കാത്തത്. അതായത് ബെൻ സ്റ്റോക്സ് ഇല്ല, ജോഫ്രെ ആർച്ചർ ഇല്ല. സോ അതിൻ്റെ മേജർ 2 ഇതാണ്. അപ്പോൾ ഈ ബെൻ സ്റ്റോക്സ് ഇല്ലാത്തതിന് പകരം നമുക്ക് ഒലി പോപ്പാണ് ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് സ്റ്റാൻഡിങ് ചെയ്യുന്നത്. ഈസ് എ ഗുഡ് ക്യാപ്റ്റൻ ആക്ച്വലി. ആൻഡ് അവർ ആകെയുള്ള സ്പിന്നറായ ലിയാം ഡോസിനെ ഒഴിവാക്കിയിട്ടുണ്ട്, വിച്ച് യു ക്യാൻ എക്സ്പെക്ട് റൈറ്റ്. ഇറ്റ് വിൽ ഗിവ്സ് യു എ ഗ്രീൻ പിച്ച്. അപ്പോൾ അങ്ങനെയാണ് ഇംഗ്ലണ്ട് വരുന്നത്. ഇന്ത്യ ഓൺ ദി അതർ ഹാൻഡ് ദേ ഡോണ്ട് ഹാവ് ഋഷഭ് പന്ത് ആൻഡ് ദേ ഡോണ്ട് ഹാവ് ജസ്പ്രീത് ബുംറ. അപ്പോൾ ബുംറയ്ക്ക് ഇഞ്ചുറി കൺസേൺസ് നല്ലപോലെ ഉണ്ട്. ഐ തിങ്ക് ഹീസ് ഡൺ ഫോർ ദ ടെസ്റ്റ് ക്രിക്കറ്റ്. ആൾക്ക് അത്ര ലോങ് ഫോമാറ്റ് അത്ര അധികം ലൈക്ക് ബോഡി ഫിറ്റ്നസ് വെച്ച് പറ്റുന്നില്ല എന്ന് തോന്നുന്നു. എനിവേസ് ആൾക്ക് പകരം ലൈക്ക് ആകാശ്ദീപ് മൈറ്റ് ബി റിട്ടേണിങ് ആൻഡ് ഐ തിങ്ക് അൻഷുൽ കാംബോജ് വിൽ ബി ഗോൺ. സോ അങ്ങനെ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരിക്കും. പിന്നെ സ്പിന്നേഴ്സിന് വലിയ കാര്യമായിട്ട് അഡ്വാൻറ്റേജ് ഉള്ള പിച്ചേഴ്സ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. റിഗാർഡിങ് ദ ടീം ആസ് ഇംഗ്ലണ്ട് റൈറ്റ്. സോ ഫോക്കസ് ഓൺ ദ ബാറ്റേഴ്സ്. കാരണം ഡ്രീം 11 ഇപ്പോൾ ബോളേഴ്സിന് കാര്യമായ അഡ്വാൻറ്റേജ് ടെസ്റ്റിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാറ്റേഴ്സ് റൺസ് എടുക്കുന്നതനുസരിച്ച് നല്ലപോലെ പോയിന്റ് കിട്ടും. സോ ഫോക്കസ് ഓൺ ദ ബാറ്റേഴ്സ്, reduce the bowlers as much as you can. So that is my preview. What do you think? Who do you think is going to win the match 5? Let me know in the comments.